എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് ഹാംസ്റ്റർ കോമ്പാറ്റ് ഇനി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് ഹാംസ്റ്റർ കോമ്പാറ്റ്, അല്ലെങ്കിൽ സ്കാമാണോ ഫേക്കാണോ, അല്ലെങ്കിൽ ഇനി കളിച്ചിട്ട് കാര്യമുണ്ടോ, പലർക്കും ഉള്ള ഡൗട്ടാണ്. കാരണം അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടില്ല, ആരും അങ്ങനെ പറയാറുമില്ല. അതുകൊണ്ട് ഇത്രയും വ്യൂസ് ഞാൻ കുറേ ചാനൽ എപ്പിയും ന്യൂസൊക്കെ കണ്ടിട്ടാണ് ഇത് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഇത് ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മീം കോയിനാണ് ഇതിപ്പോൾ. ആണെന്ന് തന്നെ പറയുകയാണെങ്കിൽ ഏകദേശം ലോകത്തിന് എൻ്റെ 2 മില്യൺ ആൾക്കാർ, 2 മില്യൺ 200 മില്യൺ ആൾക്കാർ ഇപ്പോൾ കളിക്കുന്നുണ്ട്. അത് തന്നെ ലോകത്തിൻ്റെ 2%, പോപ്പുലേഷൻ 2%. അത് ചെറിയൊരു സംഭവമല്ല. കാരണം ഇത്രയും ആൾക്കാർ കളിക്കുന്നുണ്ട്, ഇത്രയും ആൾക്കാർ അതിലോട്ട് ഇറങ്ങിച്ചെന്ന്. അപ്പം അതത്രയും പോപ്പുലാരിറ്റി ഉള്ളൊരു സാധനം ഇനി സ്കാം നടത്തുകയെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇത്രയും പോപ്പുലാരിറ്റിക്ക് വേണ്ടിയാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പം ഇത്രയും പോപ്പുലാരിറ്റി ഉള്ള കോയിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇനി കൂടത്തേ ഉള്ളൂ. ഇനി അവർ റഗ് പുള്ള് ചെയ്യാന്ന് പറഞ്ഞാൽ സംഭവം ഉണ്ടാവില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇത് അത്യാവശ്യം എക്സ്ചേഞ്ചിലൊക്കെ ലിസ്റ്റ് ആയിട്ടുണ്ട്, ബൈബിറ്റിലൊക്കെ ലിസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കയറുക, ലോഗിൻ ചെയ്ത് നോക്കുക. നമ്മുടെ ഗ്രൂപ്പിലുണ്ട് അതൊക്കെ. അപ്പം പിന്നെ നോക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം ടെലഗ്രാമിൻ്റെ വാലറ്റിൽ തന്നെ അവരുടെ പേജ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അവരിതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം മനസ്സിലാക്കണം എത്രമാത്രം വലിയൊരു പ്രൊജക്റ്റാണ് ഇതെന്ന്. പിന്നെ ഇതിനെപ്പറ്റി നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് മൈൻ വന്ന സെക്ഷൻ ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് അത്യാവശ്യം ഇപ്പോൾ കുറേ ടോക്കൺസ് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ എല്ലാം എടുക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം അത്യാവശ്യം 1.77 ഉണ്ട് മൈൻ കോയിന്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഏകദേശം കുറേ പേര് ഇപ്പം പല ചാനലിൽ ഇതിപ്പോൾ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിലുള്ള പ്രോഫിറ്റ് പെർ അവർ ആണോ അതോ ഇവിടെ എന്തോ ക്രൈറ്റീരിയ വരുന്നൊക്കെ കേൾക്കുന്നു. അതുകൊണ്ട് എൻ്റെ ഒരു സേഫ്റ്റിക്ക് ഞാൻ പറഞ്ഞു വെക്കാന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ചെയ്തിട്ടില്ല. നമുക്കിപ്പം ഏത് ലെവലാണ്, ഇപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ ആണോ ഏതാണെന്ന് വിചാരിച്ചോ, അതിൻ്റെ പകുതിക്ക് മേലോട്ട് കോയിൻ വാല്യൂ കൈവച്ചേക്കുക സേഫ് ആക്കാൻ വേണ്ടി. ഇത് മസ്റ്റായിട്ട് നോക്കണം. എനിക്ക് ഇനി 1 ബില്യണാണ് മാർക്കറ്റ്. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് വെച്ചാൽ 500 മില്യൻ്റെ മുകളിൽ എനിക്ക് കൈ വെക്കണം. അത് കുറച്ചധികം പോകണമെന്ന് തോന്നുന്നു. പോട്ടെ, ഞാൻ ഇനി അത്യാവശ്യം ഒന്നും മേടിക്കുന്നില്ല. അപ്പം നിങ്ങളങ്ങനെ അത് ശ്രദ്ധിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം പറയാമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ടൈമർ ഓടുന്നുണ്ട്, കണ്ടോ, 260 മണിക്കൂർ. അപ്പോൾ അത് എന്തിൻ്റെ ടൈമറാണെന്ന് എനിക്ക് ക്ലിയർ മനസ്സിലായിട്ടില്ല. ഏകദേശം Web3ൻ്റെ ഒരു ഗെയിം കോയിൻ്റെ ഒരു പുതിയ ലിസ്റ്റിംഗ് പോലെ തോന്നുന്നത്. പക്ഷേ എന്തായാലും ഒരു ടൈമർ ഓടുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും കണ്ടിട്ടില്ല. അപ്പം ആ ടൈമർ 260 മണിക്കൂർ എന്ന് ഏകദേശം 10 ദിവസമാണ്. 10 ദിവസം കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കാം. ഒന്നെങ്കിൽ ടൈമർ ക്ലോസ് ആയി കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ആ ഒരു ടോക്കൺ അവിടെ നിന്ന് നിൽക്കും. ടോക്കൺ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഈ മൈൻഡ് ഇവിടെ പോയി കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇത് സ്റ്റോപ്പാവും, അതവിടെ സ്റ്റോപ്പാവും. എന്ന് വെച്ചാൽ നമുക്ക് ഇനി ആ ഒരു ലെവൽ കൂട്ടാനോ ഒന്നും പറ്റത്തില്ല. അതാണ് അവസ്ഥ. എന്താവസ്ഥ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് കണ്ടിരുന്ന് കാണാനേ പറ്റത്തുള്ളൂ. പിന്നെ ഇതിനെപ്പറ്റി ഇനി കളിക്കാണ്ടിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കളിച്ചോ. പ്രത്യേകിച്ച് ഇതിന് നഷ്ടമൊന്നുമില്ല. ഒരു ദിവസം വെറുതെ ഒരു 5 മിനിറ്റ് പോലും ഇല്ല, ജസ്റ്റ് 1 മിനിറ്റ് ജസ്റ്റ് നേരെ പോവുക, ഇവിടെ മൈനിൽ പോവുക, 3 ആ കോംബോ എടുക്കുക, കളക്ട് ചെയ്യുക, അത്രയൊക്കെ പണിയുള്ളൂ. ഡെയിലി സൈഫർ ചെയ്യുക, അപ്പം തന്നെ ചെയ്യാൻ പറ്റും. ഇടയ്ക്ക് ഒരു 3-4 മണിക്കൂർ കൂടുമ്പോൾ ചെക്കിങ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും മില്യൺ കോയിൻ നമ്മുടെ കിട്ടുകയും ചെയ്യും. അപ്പം നിങ്ങൾ കളിക്കാണ്ടിരിക്കരുത്, ഇതെനിക്ക് പറയാനുള്ളൂ. കളിക്കുക, നഷ്ടമാകാൻ പോകുന്നില്ല നമുക്കൊന്നും. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഇങ്ങനത്തെ കുറേ എയർ ഡ്രോപ്പ് ഇറങ്ങുന്നുണ്ട്. അല്ലാണ്ടുള്ള എയർ ഡ്രോപ്പ് ഉണ്ട്. അത് ഞാൻ ഇതൊരു ഗ്രൂപ്പിൽ ഇട്ടിട്ടില്ല. അല്ലാണ്ട് കുറേ എയർ ഡ്രോപ്പ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പം അത് വരുന്ന വെച്ച് നോക്കാനും പറ്റത്തുള്ളൂ. അപ്പോൾ അത് കുറേ പ്രോഡക്റ്റൊക്കെ ഉണ്ട്. അതിങ്ങനെ ഓരോരോ ഈ എക്സ്ചേഞ്ചിൽ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. ഇപ്പം ഹാംസ്റ്റർ കോമ്പാറ്റിനെ കുറിച്ച് ഇത്രേ പറയാനുള്ളൂ. കളിക്കുന്നവരാണെങ്കിൽ കളിക്കുക, കളിച്ച് തീർത്തവരാണെങ്കിൽ വെറുതെ പണിയില്ലാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കയറുക, അത്രേ ഉള്ളൂ. പൈസ ഉണ്ടാക്കുക, നമുക്ക് ഒരുമിച്ച് പൈസ ഉണ്ടാക്കാം, സെറ്റ്.